മോഹൻലാലിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ മോഹൻലാൽ അമ്മ പ്രസിഡന്റിൽ നിന്ന് രാജിവെച്ചത് ഏറ്റവും നന്നായെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇന്ന് മോഹൻലാൽ പ്രസിഡന്റായി ആയിരുന്നെങ്കിൽ ഇന്ന് മോഹൻലാലിന്റെ വീടിന്റെ മുമ്പിൽ മയക്കം കൊണ്ട് 5-6 പേര് നിരന്ന് നിന്നേനെ. അയാൾ എവിടെ പോകുന്നു, അയാൾ എവിടെ വരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇനിയിപ്പോൾ മോഹൻലാൽ ഒന്ന് മൗനം പാലിക്കുന്ന മോഹൻലാലിന് പങ്കുണ്ടോ? എന്തുകൊണ്ട് ഭാഗ്യലക്ഷ്മി മോഹൻലാലിന്റെ പേര് മാത്രം എടുത്തു പറഞ്ഞു? മലയാള സിനിമയിൽ മോഹൻലാൽ മാത്രമല്ലല്ലോ ഉള്ളത്, ഇത്ര മുൻനിര സീനിയർ നടന്മാർ വേറെ ഉണ്ട്. ഈ ദിലീപിന്റെ മോചനത്തെ ആഘോഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ, അപ്പൊ ആ ഒരു ടാഗിലേക്ക് വെച്ചിട്ടായിരിക്കാം ഇത് വീണ്ടും പറഞ്ഞത്. ഇതേ കേസിൽ അന്ന് ജയിലിലായിട്ട് തിരിച്ചു വന്നിട്ടാണ് രാമലീല എന്നുള്ള പടം സോളോ ഹിറ്റായിട്ട് അന്ന് നല്ല ഹിറ്റായ പടമായിരുന്നു രാമലീല. അപ്പം ഞാൻ പറയുന്നത്, ഈ മോഹൻലാൽ ആരെ സപ്പോർട്ട് ചെയ്യണം? അവർ ദിലീപിനെ സപ്പോർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഈ അതിജീവിതയെ സപ്പോർട്ട് ചെയ്യണോ? മോഹൻലാൽ ഒരു നടനാണ്, അയാൾ ചെയ്യുന്ന അയാളുടെ ജോലിയാണ്. പിന്നെ അയാളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അയാൾക്ക് ഫേസ്ബുക്ക് വഴി വിടുന്നതിൽ കുഴപ്പം എന്താ? അനൂപേ, ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസും അതുമായിട്ട് പിന്നെയുള്ള വിധി അതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം വിധി വന്നതിന് ശേഷം കൂടുതലായിട്ടും ആ ഒരു രീതിയിൽ നീതി കിട്ടിയിട്ടില്ല. അത്തരം പ്രൊട്ടസ്റ്റുകളും ദിലീപിനെതിരെ ഒരുപാട് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത സമയത്ത് ഭാഗ്യലക്ഷ്മി മോഹൻലാലിനെതിരെ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഹൻലാലിനെതിരെ നിലവിലൊരു ഹെയ്റ്റ് വരുന്ന രീതിയിലേക്ക് ആ പ്രസ്താവന പോയിട്ടുണ്ടോ? എന്തുകൊണ്ട് മോഹൻലാൽ ഇതിന് ഉത്തരം പറയണം? മോഹൻലാൽ ഇന്ന് അമ്മയുടെ പ്രസിഡന്റ് അല്ല. മോഹൻലാലിൻ്റെ രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ഭാഗ്യലക്ഷ്മി മോഹൻലാലിൻ്റെ പേര് മാത്രം എടുത്തു പറഞ്ഞു? അവിടെ മമ്മൂട്ടി ഇല്ലേ? മലയാള സിനിമയിൽ മോഹൻലാൽ മാത്രമല്ലല്ലോ ഉള്ളത്, ഇത്ര മുൻനിര സീനിയർ നടന്മാർ വേറെ ഉണ്ട്. എന്താ അവരെ പേര് പറയത്തത്? ദിലീപിനെ സംരക്ഷിക്കുന്നത് മോഹൻലാലാണ് എന്നൊരു രീതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഭാഗ്യലക്ഷ്മി അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഭാഗ്യലക്ഷ്മി മോഹൻലാൽ മൗനം പാലിക്കുന്നത് എന്ത്? അല്ല, മോഹൻലാൽ ഇതില് മൗനം പാലിക്കുന്നത് എന്തെന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ട് മോഹൻലാൽ ഇതിന് ഉത്തരം പറയണം? ഇതിനൊരു പ്രശ്നമായി വന്നതിന് കാരണം നമുക്കറിയാം, ദിലീപും മോഹൻലാലും കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയുടെ റിലീസാണ്. അതുമായി ബന്ധപ്പെട്ട് പൊതുവെ സിനിമകളൊക്കെ റിലീസ് ചെയ്തതിൻ്റെ മുമ്പിൽ ഈ PR വർക്കുകളൊക്കെ നന്നായിട്ട് നടക്കാറുണ്ട്. അതിനകത്തിൽ ഇവരൊക്കെ അവരവർ അഭിനയിച്ച ചിത്രങ്ങളുടെ പോസ്റ്ററുകളും ട്രaileറും ഇതൊക്കെ ഷെയർ ചെയ്യുന്നതും സ്റ്റോറി ഇടുന്നതും കണ്ടിട്ടുണ്ട്. മോഹൻലാൽ ദിലീപുമായിട്ട് അഭിനയിച്ച് റിലീസാവാൻ പോകുന്ന ചിത്രത്തിൻ്റെ പോസ്റ്റർ ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഭാഗ്യലക്ഷ്മി ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടീസർ അന്ന് ഈ വിധി വന്നതിന്റെ അന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ ടീസർ ഷെയർ ചെയ്തെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ വിധി വന്നതിന്റെ അന്നല്ല ടീസർ ഷെയർ ആയത്, 2 ദിവസം കഴിഞ്ഞാണ് ടീസർ റിലീസ് ആയത് പോലും. ഇവർ പറഞ്ഞത് വിധി വന്നതിന്റെ അന്നാണ് പറഞ്ഞത്. അന്ന് ഒരു പോസ്റ്റ് മോഹൻലാൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊന്നും ഇട്ടിട്ടില്ല. വിധി വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ദിലീപിനെ വെറുതെ വിട്ട ആ ഒരു 8-ാം തീയതിക്ക് അല്ലാതെ ഈ പറയുന്ന 10-ാം തീയതിക്കാണ് ഇതിന്റെ ടീസർ വരുന്നത്. പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്ന ആ സമയത്തും അല്ല, അതിന് മുമ്പ് അതിന്റെ തലേ ദിവസമാണ് വരുന്നത് ഈ ടീസർ വരുന്നത്. അപ്പം മോഹൻലാൽ ഒരു നടനാണ്, അയാൾ ചെയ്യുന്ന അയാളുടെ ജോലിയാണ്. പിന്നെ അയാളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അയാൾക്ക് ഫേസ്ബുക്ക് വഴി വിടുന്നതിൽ കുഴപ്പം എന്താ? അതിലിപ്പോൾ ആർക്കാ പ്രശ്നം? അയാളുടെ ജോലി എടുക്കുന്നതല്ലേ. അയാളുടെ പുതിയ സിനിമ അയാൾ അഭിനയിക്കുന്നു, മോഹൻലാൽ അഭിനയിക്കുന്നു. അപ്പോൾ ആ സിനിമയുടെ ടീസർ മോഹൻലാൽ പുറത്തു വിടേണ്ടതല്ലേ? ഞാൻ അതിനെ കാണുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ്. കാരണം നിലവിൽ ഈ ഒരു കേസ് പുറത്തു വന്നതിന് ശേഷം ദിലീപിന് അത്യാവശ്യം നല്ല ഹെയ്റ്റ് ഉണ്ട്. അത് പല ഭാഗത്തു നിന്നും നമ്മൾ കാണുന്നതാണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്നും പുള്ളിയുടെ സിനിമ ബഹിഷ്കരിക്കണം, അല്ലെങ്കിൽ ഇനി ഞങ്ങൾ നിങ്ങളുടെ സിനിമ കാണില്ല എന്ന് പറയുന്നത്. ഈ സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് സിനിമയെ സംബന്ധിച്ച് വലിയൊരു കാര്യമല്ലേ. ഇപ്പോൾ ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഇത്തരം അലിഗേഷൻസ് ഇല്ലായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ 2020 ഒക്കെ പോലെ കുറേ കാലത്തിന് ശേഷം ഒരു മാസ് മസാല പടം ഇതേ കോംബോയിൽ വരുന്ന സമയത്ത് ഇവരുടെ എല്ലാ ഫാൻസും ജനങ്ങളൊക്കെ വലിയ രീതിയിൽ ആഘോഷിച്ചേനെ. പക്ഷേ ഇത്തരം അലിഗേഷൻസ് ഒക്കെ വന്നതുകൊണ്ട് ദിലീപിൻ്റെ പേരിൽ ഇത്രയും ഹേറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പുറത്തൊരു 1 സ്റ്റാർ വാല്യൂ ഉള്ള മോഹൻലാലിനെ വെച്ച് മാർക്കറ്റ് ചെയ്താൽ ഈ സിനിമയ്ക്ക് ഒരു പ്രൊമോഷണൽ വാല്യൂ അല്ലെങ്കിൽ പ്രൊമോഷൻ സൈഡിലേക്ക് അത്തരം ഒരു ഉയർച്ച ഉണ്ടാവും എന്നുള്ളൊരു എനിക്കത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട്. അങ്ങനെ എനിക്ക് ദിലീപിന്റെ സിനിമ ഒരാളെ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇതേ കേസിൽ അന്ന് ജയിലിലായിട്ട് തിരിച്ചു വന്നിട്ടാണ് രാമലീല എന്നുള്ള പടം സോളോ ഹിറ്റായിട്ട് അന്ന് നല്ല ഹിറ്റായ പടമായിരുന്നു രാമലീല. അതേപോലെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. ആ കംബാക്കിലൂടെ അടുത്ത ബബ്ബ ഈ 18-ാം തീയതി റിലീസാണ്. അതും ഇതേപോലെ ഹിറ്റ് അടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം.
പൊതുവെ ഈ രാമലീലയൊന്നും ആദ്യമേ ടിക്കറ്റ് ഒന്നും 100 കോടിയൊന്നും വിറ്റുപോയിട്ടില്ല. ആ ചരിത്രമൊക്കെ ഉള്ളത് മോഹൻലാലിന് തന്നെയായിരുന്നു. ഈ പറയുന്ന മോഹൻലാലിന്റെ ചിത്രങ്ങൾ റിലീസിന് ശേഷം ഫ്ലോപ്പ് ആയ ചിത്രങ്ങൾ പോലും അല്ല അങ്ങനെയല്ല, റിലീസിന് മുമ്പ് ഈ അതിന് പറയുന്ന നമ്മളെ അത്രയും കളക്ഷൻസ്. ദിലീപിന്റെ സിനിമയിലെ ഏറ്റവും ഹൈപ്പിൽ വന്ന പടം അത് ആ സമയത്ത് പക്ഷെ കുറച്ച് അതിന് പേര് കൊളുത്തി. അത് ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അലിഗേഷൻസ് വരുന്ന ഒരു രീതി സമയം മാത്രമേ അല്ലല്ല, ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ജയിലിൽ കിടന്ന് ഇറങ്ങിയ അല്ല, സമയമാണ്. അതിനുശേഷം ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ അന്നത്തേനേക്കാട്ടിലും ഡബിൾ ഹെയ്റ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. ഹേറ്റ് ഉണ്ട്. ആ ഹെയ്റ്റ് നല്ല രീതിയിൽ പോകുന്നത് എനിക്ക് തോന്നുന്നു ദിലീപും ഓൾറെഡി പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദിലീപിന്റെ ആ ഒരു അക്കൗണ്ടിൽ നിന്നും ഈ ടീസർ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്കും മോഹൻലാലിന്റെ അക്കൗണ്ടിൽ നിന്ന് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ദിലീപിന്റെ പ്രേക്ഷകരുടെ അപ്പുറത്തേക്കും ലാലേട്ടന്റെ ഒരു ഫേസ് അല്ലെങ്കിൽ അത്രയും പ്രേക്ഷകർ ഈ സിനിമയ്ക്കായി എത്തും എന്നുള്ള ഉറപ്പാണ്. അത് ഉറപ്പാണ്. ദിലീപിനോട് മാത്രമേ അതിന് hate ഏത് സിനിമയില് ഉണ്ടാവൂ. മോഹൻലാൽ ക്യാമിയോ വന്നാലും അതൊരു നല്ല ഇത് പ്രേക്ഷക പ്രതികരണം കിട്ടുമെന്ന് ഈ എല്ലാവർക്കും ദിലീപിനോട് അറിയാം. ഹെയ്റ്റ് ഉള്ള ആൾക്കാർ പോലും ഈ പറയുന്ന ക്യാമിയോ റോളിൽ ഈ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്തും തോന്നിയൊരു കാര്യമാണ്, ഒരാളോടുള്ള ഹെയ്റ്റ് ദിലീപിനോട് ഉള്ള ഇഷ്ടക്കേട് കൊണ്ട് ആ സിനിമയിലേക്ക് വരാതിരിക്കുന്നതിന്റെ അപ്പുറത്തേക്കും മോഹൻലാലിനോടുള്ള ഇഷ്ടം കൊണ്ട് കുറെ അധികം പ്രേക്ഷകർ എത്താൻ വേണ്ടിയിട്ടൊരു ഇതിനു മുമ്പ് ഒരു കേസ് വന്നായിരുന്നു, ഈ ഷൈൻ ടോം ചാക്കോന്റെയും ബിൻസിയുടെയും ഒരു വിഷയം. ആ ബിൻസിയുടെയും വിഷയം വരുന്ന സമയത്ത് അന്ന് ഈ ഒരു അലിഗേഷൻ ഉണ്ടായിട്ട് പോലും നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ചർച്ച ചെയ്തപ്പെട്ട ഈ പറയുന്ന പോസ്റ്ററുകളും ഇതൊക്കെ ഇവർ മ്യൂച്വലി ഷെയർ ചെയ്യുന്നുണ്ട്, കൊളാബ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തോന്നിയായിരുന്നു നിങ്ങളുടെ ഇത്രയും ഒരു അലിഗേഷൻ ഉണ്ടായി അതിനുശേഷം സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി ഇവർ വീണ്ടും ഒരു വേദിയിൽ എത്തുന്ന അത്തരം പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് തോന്നുന്നൊരു കാര്യം, ആ സിനിമയെ സംബന്ധിച്ച് മാർക്കറ്റിങ്ങിന് വേണ്ടി അവർ ഒന്നിച്ച് നിൽക്കുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർ അഭിനയിച്ച സിനിമ ഹിറ്റ് ആവണമെന്ന് തന്നെയായിരിക്കും അവർക്ക് ആഗ്രഹമുള്ളത്. ഒരു അലിഗേഷന്റെ പേരിൽ ആ സിനിമ ഫ്ലോപ്പ് ആയി പോകണമെന്നൊന്നും അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹം ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയുടെ അവരെല്ലാം ഒരുമിച്ച് നിന്നല്ലേ ഒരു സിനിമ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ ദിലീപോ മോഹൻലാലോ മാത്രം വന്ന് അഭിനയിച്ചുള്ള സിനിമ ഉണ്ടാവില്ല. കാരണം ഇപ്പം ദിലീപിന്റെ സിനിമ ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. എന്തിനാ ബഹിഷ്കരിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പോയി കാണണ്ട. കാരണം ഒരുപാട് ആളുകൾ അതിന്റെ പിറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിത മാർഗമാണ് സിനിമ. അത് നശിപ്പിക്കാൻ ആരും ശ്രമിക്കരുത്. ഈ മോഹൻലാലിന് ഈ അലിഗേഷന് ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യമായിട്ടൊന്നും അല്ല മോഹൻലാലിന്റെ പേരിലേക്ക് ഇങ്ങനെ വരുന്നത്. കാരണം ആദ്യ സമയത്ത് അമ്മ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തൊട്ട് മോഹൻലാൽ എന്താ ഇങ്ങനെ മൗനം പാലിക്കുന്നത്? അന്ന് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആ ചോദ്യം ഭയങ്കര അനിവാര്യമായിരുന്നു. കാരണം ദിലീപിനെ പുറത്താക്കുന്നതൊക്കെ സംബന്ധിച്ച് വലിയ രീതിയിലൊരു ചർച്ച. ഇതിലെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അമ്മയിലുണ്ടായിരുന്ന ആളുകളാണ്. ഈ രണ്ടുപേരും. കാരണം ആരെ സപ്പോർട്ട് ചെയ്യും? അവരാരെ സപ്പോർട്ട് ചെയ്യണം? അവർ ദിലീപിനെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഈ അതിജീവിതയെ സപ്പോർട്ട് ചെയ്യണോ എന്ന് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. രണ്ടുപേരും അവരുടെ കുട്ടികളാണ്. രണ്ടുപേരും അവരുടെ സിനിമയിൽ വർക്ക് ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്ത് വന്ന ആളുകളാണ്. അപ്പം ഞാൻ പറയുന്നത് ഈ മോഹൻലാൽ ആരെ സപ്പോർട്ട് ചെയ്യണം? അപ്പൊ അവർ മൗനം വലിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടാൻ കാത്തിരിക്കുകയാണ് ഈ മീഡിയക്കാർ. ഒരു പക്ഷേ അതിജീവിതയാണ് മോഹൻലാൽ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിജീവിതയോട് മോഹൻലാലിന് പ്രത്യേക എന്തോ ഇഷ്ടമുണ്ട്. ഇത്ര കാലമായിട്ട് സിനിമ ഫീൽഡിൽ നിന്ന ദിലീപിനോട് ഇല്ലാത്ത എന്ത് ഇഷ്ടമാണ്. പക്ഷെ ദിലീപിനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ പറയും ദിലീപായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ പറയാൻ വരുന്നത് അതല്ല. അപ്പൊ പറയുന്നത് ഈ പറഞ്ഞ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ മോഹൻലാലിന് പങ്കുണ്ടാവാം പറയുന്ന ആളുകളുണ്ട്. ഇനിയിപ്പോ മോഹൻലാൽ ഒന്ന് മൗനം പാലിക്കുന്ന മോഹൻലാലിന് പങ്കുണ്ടോ ഒന്ന് ഒരുപാട് പേര് എന്റെ അടുത്തൊന്നും ചോദിച്ചിട്ടുണ്ട്. മോഹൻലാലിന് പങ്കുണ്ടോ? അല്ല, പൊതുവെ ഒരു അലിഗേഷൻസിന്റെ ഒരു മൂർച്ച തലങ്ങളിലേക്ക് എത്തുമ്പോൾ സമയത്ത് മോഹൻലാൽ പ്രതികരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. മീഡിയ മീറ്റിംഗ്, പ്രസ് മീറ്റിനൊക്കെ വന്നിട്ട് മോഹൻലാൽ വന്ന് തന്റെ ഒപ്പീനിയൻ പങ്കുവെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഈ അലിഗേഷൻ ഉണ്ടാവുന്ന സമയത്ത് 2017 ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് അമ്മ സംഘടനയിലെ ഒരു വിഭാഗത്തോളം ആൾക്കാർ ദിലീപിനെ പുറത്താക്കണമെന്ന് പറയുന്ന സമയത്ത് പുറത്താക്കില്ല, അല്ലെങ്കിൽ നിയമം നടക്കുന്ന സമയത്തില്ലേ പുറത്താക്കാൻ അത്ര പെട്ടെന്നങ്ങ് പുറത്താക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലല്ലോ ദിലീപ് എന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും വർഷങ്ങളോളമുള്ള അയാൾക്ക് ഈ പറയുന്ന സിനിമ, ഇപ്പോൾ മോഹൻലാൽ പ്രസിഡന്റ് ആണെങ്കിലും ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് മോഹൻലാലിന്റെ അന്തിമ തീരുമാനത്തിനപ്പുറത്തേക്കും ആ ഗ്രൂപ്പ് ഒരുമിച്ച് തീരുമാനം എടുത്താൽ മാത്രമേ മോഹൻലാലിന് പോലും നിലനിൽപ്പുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിന്റെ അകത്ത് തന്നെയുള്ള ആൾക്കാർ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ആ പ്രസിഡന്റിന് മാത്രമായിട്ടൊരു തീരുമാനം അവിടെ എടുക്കാൻ പറ്റില്ല. അവര് യോഗം കൂടി മാത്രമേ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങൾ അവിടെ അവർ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് അവരത് ഒത്തുതീർപ്പാക്കും. പിന്നെ ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആ ഒരു സാക്ഷിമൊഴികൾ മാറ്റിയ ആൾക്കാരില്ലേ, അവരെയൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അമ്മയിൽ നല്ല സ്വാധീനമുള്ള അല്ലെങ്കിൽ പ്രത്യേക ആ ഒരു പൊസിഷനിൽ ഇരുന്ന ആൾക്കാരായിരുന്നു സിദ്ദിഖ്, ഇടവേള ബാബു, അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു ദിലീപിനോടൊപ്പം ഇപ്പം നിന്നിട്ടുള്ളതും ആ സമയത്ത് ഈ പറഞ്ഞ സാക്ഷി മാറ്റം സംഭവിച്ചിട്ടുള്ളവരും. ബാക്കി ഈ പറയുന്ന സാക്ഷി അതിജീവിതയോടൊപ്പം നിന്നിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് മഞ്ജു വാര്യരാണ്,
പിന്നെ കുഞ്ചാക്കോപൻ എൻ്റെ മൊഴി ഉണ്ടായിരുന്നു, ഗീതു മോഹൻദാസ്, ബാക്കി പറയുന്ന WCCയും ആ അംഗങ്ങൾ മാത്രമായിരുന്നു അതിജീവിതയ്ക്കൊപ്പം നിന്നിട്ടുള്ളത്. പൊതുവെ ഒരു മെയിൽ ഡോമിനൻസ് എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് പലപ്പോഴും ഒരു സത്യമാണെന്നുള്ളത് സിനിമാ മേഖലയിലുള്ള പുരുഷന്മാർ തന്നെ വന്ന് തുറന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ദിലീപിന് ആ ഒരു സമയത്ത് അത്രത്തോളം സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്ന്. എന്ന് വെച്ചാൽ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, ഈ പറയുന്ന രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്തൊരു സപ്പോർട്ട് ലഭിക്കുന്നത് അയാൾ ആ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ബോണ്ട് അല്ലെങ്കിൽ ആ ഒരു പിൻബലം കൊണ്ട് തന്നെയായിരിക്കാം. അതിൻ്റെ അകത്ത് ഈ പറയുന്ന രീതിയിൽ അലിഗേഷനകത്തിലേക്ക് ഈ മോഹൻലാലൊക്കെ പെട്ടുപോകുന്നൊരു സ്ഥിതിയിൽ ഇവരുടെ മൗനമാണ് വീണ്ടും ആൾക്കാരെ കൊണ്ട് എന്തുകൊണ്ട് നിങ്ങളതിപ്പോൾ ഈ ഒരു സമയത്ത് എന്തായാലും മോഹൻലാൽ വന്ന് ഇതിന് ഉത്തരം പറയാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള മോഹൻലാൽ പറയേണ്ട ആവശ്യമില്ല. മോഹൻലാൽ ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് അല്ല. കാരണം എന്ത് വെച്ചാലും നന്നായെന്ന് പറഞ്ഞാൽ മോഹൻലാൽ അമ്മ പ്രസിഡന്റിൽ നിന്ന് രാജിവെച്ചത് ഏറ്റവും നന്നായെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇന്ന് മോഹൻലാൽ പ്രസിഡന്റായി തുടരുകയായിരുന്നെങ്കിൽ ഇന്ന് മോഹൻലാലിന്റെ വീടിന്റെ മുമ്പിൽ മൈക്കും കൊണ്ട് 5-6 പേര് നിരന്ന് നിന്നേനെ. അയാൾ ഇവിടെ പോകുന്നു, അയാൾ ഇവിടെ വരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും മോഹൻലാലിനോട് ആദ്യം പോയി ചോദിക്കാൻ പോകുന്നത് ദിലീപിനെ അമ്മയിലേക്ക് തിരിച്ചെടുക്കുമോ, ഇതിനായിട്ട് മോഹൻലാൽ ആരൊപ്പമാണ്? ഇതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ മോഹൻലാലിനെ കുറിച്ച് ഒരുപാട് പേരുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന അമ്മയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കും മോഹൻലാലിന് ഉത്തരം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ അമ്മയിലെ പ്രസിഡന്റ് അല്ല, അമ്മയുടെ കാര്യങ്ങൾ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ആവശ്യമില്ലെന്നല്ല, എല്ലാ കാര്യങ്ങളും അല്ല, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയുള്ള ആൾക്കാരോട് ചോദിക്കൂ. ഞാനിപ്പോ ആ ഒരു ചുമതലയിൽ ഇല്ലായിരുന്നുള്ള ഒരു സത്യാവസ്ഥയുണ്ട്. പക്ഷെ ചുമതലയിൽ ഉണ്ടായിരുന്ന സമയത്ത് മോഹൻലാൽ കൃത്യമായിട്ടുള്ള മറുപടി തന്നിട്ടില്ല, അല്ലെങ്കിൽ അതിനകത്തിലൊരു പരാജയം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാനിപ്പോൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഞാൻ എടുക്കുന്ന ഡിസിഷൻ പോലെ ഇരിക്കും ആ സംഘടനയുടെ മുന്നോട്ടുള്ള ഒരു രീതി. കാരണം അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ പറയുന്ന അലിഗേഷൻസ് ഒക്കെ ഉടലെടുക്കുന്ന സമയത്ത് അത് നമുക്ക് അംഗീകരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ മോഹൻലാൽ ഒരു ഡിസിഷനും പറഞ്ഞിട്ടില്ല നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്കകത്ത് ഇവരെന്തൊക്കെ പറയുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം ഇവരെല്ലാം ഒരു യോഗം കൂടും, ആ യോഗത്തിലാണ് ഇവർ തീരുമാനിക്കുന്നത്. അതിൽ മോഹൻലാൽ സംസാരിക്കും, ഒരുപക്ഷെ സംസാരിക്കാനല്ല, പ്രസിഡന്റാണ്, സംസാരിക്കും. അത് പക്ഷെ മീഡിയക്കടുത്ത് പറയേണ്ട ആവശ്യം അവർക്കില്ല. അവരുടെ യോഗം ചേർന്നത് അവരുടെ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ സേവ് ചെയ്യാനും ഈ ദിലീപിനെയും ഈ അതിജീവിതയുടെ കാര്യങ്ങൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കുത്തിവെപ്പാക്കാനാണ്. ആ കാര്യങ്ങളൊക്കെ അന്ന് പുറത്തു വന്ന് പറഞ്ഞത് അമ്മയിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള ആ ഒരു 12 പേരാണെന്ന് തോന്നുന്നു. അന്ന് ആ സമയത്താണ് വുമൺ ഇൻ കളക്റ്റീവ് സിനിമ അത് രൂപീകരിക്കുന്ന WCC രൂപീകരിക്കുന്നതും. അന്ന് അവരുടെ പ്രസ് മീറ്റ് ഒക്കെ അനൂപിന് ഓർമ്മയില്ലേ? ആ സമയത്താണ് അമ്മയിലെ ഇത്തരം ചർച്ചകളെ പറ്റിയിട്ടൊക്കെ അവിടെ വന്നിട്ടാണ് അവർ തുറന്നു പറയുന്നത്. അപ്പൊ WCCയുടെ ഒരു പ്രസ് മീറ്റ് ഇപ്പുറത്ത് കാണുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അമ്മയുടെ പ്രസിഡന്റ് ഒക്കെ മോഹൻലാൽ ഇപ്പുറത്ത് വന്നിരുന്ന് മറ്റൊരു പ്രസ് മീറ്റ് കാണുന്നു. അതിനകത്തിൽ മോഹൻലാൽ നടി എന്ന് വിശേഷിപ്പിച്ചതിനെ പറ്റിയിട്ട് അടുത്തൊരു പ്രസ് മീറ്റില് അവര് ഇത് ഭയങ്കരമായിട്ടൊരു അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മോഹൻലാലിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. കാരണം അയാൾ പറയുന്നത് ഒരു പക്ഷേ അയാളുടെ രീതി പറയുന്നതായിരിക്കും, പക്ഷെ കേൾക്കുന്ന ബാക്കിയുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല. കാരണം മോഹൻലാലിനും ഹെഡ് ക്യാമ്പയിൻസ് ഉണ്ട്. അയാൾ എന്ത് പറയുന്നത് കാത്തിരിക്കുകയാണ് ഇവിടെ കുറച്ച് ഒരു കൂട്ടം ആളുകൾ. അതുകൊണ്ടാണ് അയാൾ മൗനം പാലിക്കുന്നത്. കാരണം അയാൾക്ക് ഇപ്പം അമ്മയെ പ്രസിഡന്റിൽ നിന്ന് പിന്മാറി ഇപ്പോൾ അയാൾ സിനിമ ചെയ്ത് പോവുക. എന്നിട്ടും അയാളുടെ നേർക്ക് ഈ ഭാഗ്യലക്ഷ്മി ഇത് ഉയർത്തിയത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ മോഹൻലാൽ മാത്രമല്ല സിനിമയിലുള്ളത്, എന്തുകൊണ്ട് മമ്മൂട്ടിയുടെ പേര് പറഞ്ഞില്ല? ഇവരൊക്കെ ദിലീപിനെ കാണുന്നതാണല്ലോ, എന്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞില്ല? എന്തുകൊണ്ട് ജയറാമിന്റെ പേര് പറഞ്ഞില്ല? ഈ നടിയെ ആക്രമിച്ച കേസിൽ ഈ കേസ് വന്നിട്ട് ശേഷം ഏതൊക്കെ പരിപാടികൾ ദിലീപ് ഇവരൊക്കെ ഒത്തായി പങ്കെടുത്തിട്ടുണ്ട്? ഇവർ സംസാരിക്കാതിരിക്കുമോ? കാരണം ഇവർ ഒരുമിച്ച് വന്ന ആളുകളല്ലേ. ഒരു പക്ഷേ മലയാള സിനിമയിൽ മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, സുരേഷ് ഗോപി, ജയറാം, ഈ 5 പേരാണ് മലയാള സിനിമ ഒരു സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ഷൻസ് ഇപ്പോഴും ഉണ്ട്. മോഹൻലാൽ ദിലീപിനെ കാണുന്നുണ്ട്, മമ്മൂട്ടി കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. ഒരു ഫംഗ്ഷന് പോകുമ്പോഴും ഇവർ കാണുന്നുണ്ട്, ഇവർ സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിൽ മോഹൻലാലിന്റെ പേര് മാത്രം ഭാഗ്യലക്ഷ്മി എടുത്തു പറഞ്ഞു? അത് ഒരു ടീസർ പുറത്തുവിട്ട പേരിലാണ് പറഞ്ഞതെങ്കിൽ അത് തെറ്റായിപ്പോയി. കാരണം ദിലീപ് കുറ്റക്കാരനായ അന്നല്ല ആ ടീസർ പുറത്തു വിട്ടത്. അത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ ടീസർ പുറത്തു പോയത്. അപ്പം അത് അയാളുടെ ജോലിയാണ്. അയാളുടെ ജോലി അയാൾ ചെയ്യാൻ അനുവദിക്കൂ പ്ലീസ്. അതിൻ്റെ അപ്പുറത്തേക്കും എന്ന് വെച്ചാൽ ഈ ദിലീപിന്റെ മോചനത്തെ ആഘോഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു ടാഗിലേക്ക് വെച്ചിട്ടായിരിക്കാം ഇത് വീണ്ടും പറഞ്ഞത്. കാരണം ഒരു കൂട്ടം ആൾക്കാർ അതിജീവിതയ്ക്കൊപ്പം അല്ലെങ്കിൽ അവർക്കൊപ്പം ആ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർണായക സമയത്ത് ഈ പറയുന്ന ദിലീപിനോടുള്ള ഈ പറഞ്ഞ ആത്മബന്ധമുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞ പോലെ തന്നെ ഈ നടിയോടും ഇവർക്കൊക്കെ ആത്മബന്ധം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ഇവരുടെയൊക്കെ
പല വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് പലരും പറഞ്ഞൊരു കാര്യമാണ്, എത്ര മനോഹരമായിട്ട് ഒന്നിച്ചു നിന്ന ആൾക്കാരാണ് ഇപ്പോ ഏറ്റവും വലിയ ശത്രുക്കളെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അവര് മാത്രമല്ല, പലരും സിനിമ ഇൻഡസ്ട്രിയിൽ പലരും ഒത്തു നിന്നിട്ടുള്ള ആളുകൾ ഇവരൊക്കെ ഒന്നല്ല, ഈ മൊഴി കൊടുത്തിട്ടുള്ള മൊഴി മാറ്റിയ മാറ്റി ആൾക്കാർ ഇവരെല്ലാം ഒരു ബെൽറ്റ് ആയിരുന്നെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ ഒരു സമയത്ത് ഈ പറയുന്ന ദിലീപ് അല്ലെങ്കിൽ ഇവരുടെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്കും ഈ മോഹൻലാലിൽ നിന്നും കുറെ ആൾക്കാർ പലതും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതൊരാളുടെ കുറ്റമായിട്ട് നമുക്ക് കരുതാൻ പറ്റത്തില്ല. ഒരു പ്രധാന നടൻ എന്നതിൻ്റെ അപ്പുറത്തേക്കും അയാളോടുള്ള കുറച്ച് ഇമോഷൻസും, കാരണം ബിഗ് ബോസിലെ ഒരു ആങ്കർ എന്ന നിലയിൽ തന്നെ മോഹൻലാൽ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പൊതുസമൂഹത്തിലേക്ക് ഇങ്ങനെ തെറ്റായ ഒരു കാര്യം എത്തരുത്, അങ്ങനെ ഒരു ടാഗിൽ പുള്ളിയുടേതായിട്ടുള്ള ഒരുപാട് ഒപ്പീനിയൻസ് പറയാറുണ്ട്. സിനിമകളിലൂടെ ആണെങ്കിൽ പറയാറുണ്ട്, ഒരു പരസ്യ ചിത്രം എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും അത് വൈറലാവുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സെൻസേഷണൽ കേസ് വരുമ്പോഴത്തേക്കും മോഹൻലാലിന്റെ ഒരു പ്രതികരണം ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ മോഹൻലാൽ തന്നെ പ്രതികരിക്കണം എന്ന് പറയുന്നതിലാണ് കുഴപ്പം. മോഹൻലാൽ പ്രതികരിക്കാം, അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾക്ക് വന്ന് സംസാരിക്കാം, പക്ഷെ അയാൾ പ്രതികരിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നതിൽ തെറ്റുണ്ട്. അത് പുള്ളിയുടെ വ്യക്തിപരമായ അതെ, അതിനാർക്കും കൈയെടുത്തുള്ള പുള്ളിക്ക് മാത്രമല്ല, ആരായാലും എനിക്കായാലും ആതിരയ്ക്കായാലും നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. നമുക്ക് എന്ത് പ്രതികരിക്കണമെന്ന് നമുക്ക് തോന്നിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അയാൾ എന്താ പ്രതികരിക്കാത്ത എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. അയാൾക്ക് തോന്നണം അയാൾ എപ്പോൾ പ്രതികരിക്കണം, എന്ത് പറയണമെന്ന്, അല്ലാതെ നമ്മളല്ല തീരുമാനിക്കേണ്ട ഒരാളുടെ കാര്യം. അതെ, അപ്പൊ ആ ഒരു പ്രതികരണത്തിനപ്പുറത്തേക്കും അയാളുടെ സിനിമയാണ്, അയാൾക്ക് അതിൻ്റെ അകത്തുള്ള പ്രൊമോഷൻ ടീസറുകളും ഇനിയും പുള്ളി മോഹൻലാൽ എന്തായാലും മോഹൻലാലിന്റെ സാമൂഹിക മാധ്യമ പേജുകളിലൊക്കെ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യും. അവസാന നിമിഷം വരെ അല്ലെങ്കിൽ റിലീസിന്റെ തലേ ദിവസം റിലീസിന് ശേഷവും എല്ലാം ഈ ഒരു സിനിമയുടെ പാർട്ടായിട്ട് തന്നെ നിൽക്കും. എനിക്ക് തോന്നുന്നു ഇനി ഈ സിനിമ വിജയിച്ചതിന് ശേഷം അല്ലെങ്കിൽ വിജയിക്കുകയാണെങ്കിൽ വിജയിച്ചതിന് ശേഷം ഒരു ഇവരുടെ തന്നെ ഒരു മീറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, വിജയാഘോഷ വേളയിൽ. അപ്പൊ എന്തായാലും ദിലീപും മോഹൻലാലും കണ്ടുമുട്ടേണ്ടത് തന്നെയാണ്. അല്ല, ഈ സിനിമ ചിത്രീകരണ സമയത്ത് ഒരുമിച്ചായിരുന്നില്ലേ ഈ മോഹൻലാൽ ദിലീപ്? അല്ല, ഇപ്പൊ ഈ ഒരു കേസിന്റെ വിധിയൊക്കെ വന്നതിന് ശേഷം ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിനിമ വിജയാഘോഷ പരിപാടിയിലായിരിക്കും ഒരുമിച്ചുണ്ടാവുന്ന ഒരു വേദി എന്ന് പറയുന്നത്. പ്രധാന നടന്മാരാണല്ലോ, ദിലീപിനെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ ഇനി അടുത്ത സിനിമയിലാണ് മോഹൻലാൽ ഉള്ളത്. മോഹൻലാൽ സിനിമയല്ല, ദിലീപ് സിനിമയാണ് ബബ്ബ. പക്ഷെ അത് അങ്ങനെ ഒരു മാറ്റപ്പെടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. മോഹൻലാൽ സിനിമ ബബബ കാണാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം പ്രേക്ഷകർ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ആ ഒരു രീതി ഞാൻ കാണുന്നുണ്ട്. മോഹൻലാലിന്റെ പേരിൽ ഈ പടത്തിന്റെ പ്രത്യേക പ്രൊമോഷനുകളും നടക്കുന്നുണ്ട്. അതൊരു സത്യാവസ്ഥയാണ്. ദിലീപ് അതൊരു പ്രൊമോഷനാണ്, അതൊരു ബിസിനസ് ആണ്, അത് മനസ്സിലായില്ലേ? അതൊരു ബ്രാൻഡിനെ കൊണ്ടുവന്ന് പ്രൊമോട്ട് ചെയ്യിപ്പിക്കേണ്ട എന്താണെന്ന് അവർക്കറിയാം. ഞാൻ ഒരു ഉദാഹരണം, കായംകുളം കൊച്ചുണ്ണി സിനിമ ഒരു പക്ഷെ നിവിന്റെ പടമായിട്ടാണ് വന്നത്. പക്ഷെ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് മോഹൻലാൽ സിനിമയായി മാറി. അതുവരെ ഹൈപ്പില്ലാത്ത സിനിമ മോഹൻലാലിന്റെ ഒരു ഒറ്റ പോസ്റ്റർ അവർ ഇറക്കി വിട്ടതിന് ശേഷം പടം കുത്തിന് ഹൈപ്പിൽ കയറി. പിന്നെ ആ പടം വേറെ ലെവലായി മാറുകയായിരുന്നു ചെയ്തത്. അതേപോലെയാണ് ബബ്ബ അവർ ചെയ്തിരിക്കുന്നത്. അതെ, അപ്പൊ ആ ഒരു രീതിയിൽ എന്തായാലും ഇവർ ആ ഒരു രീതിയിൽ കണ്ടുമുട്ടും എന്നുള്ളത് സത്യാവസ്ഥയാണ്. ആ സമയത്ത് ചിലപ്പോൾ ഇവർ പരസ്പരം കെട്ടിപ്പിടിച്ചേക്കാം, ഉമ്മ വെച്ചേക്കാം. ആ ഒരു സന്ദർഭത്തിലും ഈ പറയുന്ന രീതിയിൽ ഒരു ഹെയ്റ്റ് പോവാൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഉറപ്പായിട്ട് പോകും, ഹെയ്റ്റ് ക്യാമ്പയിൻ ഉറപ്പായിട്ട് പോകും. മോഹൻലാൽ ഇപ്പൊ അടുത്ത പറയാൻ പോകുന്ന എന്തെന്ന് ഞാൻ പറയാം. കുറ്റവാളിയായ ദിലീപിനെ മോഹൻലാൽ ചേർത്ത് പിടിച്ചു, ഇത് വന്നതിന് ശേഷവും മോഹൻലാൽ ചേർത്ത് പിടിച്ചു എന്നേ പറയും. അതൊക്കെ എനിക്ക് തോന്നുന്നില്ല ദിലീപിനോടുള്ള പ്രത്യേക ആത്മസ്നേഹം ഒന്നും ആയിരിക്കത്തില്ല. ആ പറയുന്ന സിനിമ വിജയിക്കുന്നതിന്റെ വിഷയങ്ങളാണ് ഇതൊക്കെ. ഈ പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ബിസിനസ് അല്ലേ, ഇവര് പൈസ വാങ്ങിച്ചിട്ട് സിനിമ ചെയ്യുന്നു, ആ സിനിമ വിജയിക്കുക എന്നുള്ളത് ഇവരുടെ പ്രത്യേക താല്പര്യം തന്നെയാണ്. അതാണ് ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം. പിന്നെ പ്രതികരിക്കുന്നതും പ്രതികരിക്കാതിരിക്കുന്നതൊക്കെ അവരവരുടെ കാര്യങ്ങളാണ്. മോഹൻലാൽ തന്നെ പ്രതികരിക്കണമെന്നില്ല, വേണ്ട, ആ ഒരു സെഗ്മെന്റ് എല്ലാവരും മാറ്റണം. മോഹൻലാൽ തന്നെ പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ കാര്യമല്ലേ?